പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലേക്ക് UDF 15 സ്ഥാനാർത്ഥികളെയും ബ്ലോക്കിലേക്ക് 2 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞതായി മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്. യാതൊരു അസ്വാരസ്യവും ഇല്ലാതെ ഒറ്റക്കെട്ടായി തന്നെ 5 വർഷം ഭരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ഗോകുൽദാസ് പറഞ്ഞു. ഇത്തവണ വനിതകൾക്കും കർഷകർക്കും യുവജനങ്ങൾക്കും വിദ്യാസമ്പന്നർക്കും ഊന്നൽ നൽകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 5 വർഷക്കാലത്തെ ഭരണത്തിൽ വലിയ വികസനമാണ് നടപ്പിലാക്കാനായതെന്നും UDF തുടർ ഭരണം ഉറപ്പാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. താൻ ഇത്തവണ മത്സര രംഗത്തില്ലെന്നും UDFന്റെ പിന്നിൽ ഉണ്ടെന്നും പറഞ്ഞു. മങ്കര വാതക ശ്മശാനം പൂർത്തീകരിക്കാനായതും മങ്കരയിൽ വയോജനങ്ങൾക്കായി പകൽ വീട് ആരംഭിക്കാനായതും മങ്കരയിൽ തെറാപ്പി കേന്ദ്രം തുടങ്ങാനായതും വലിയ നേട്ടമാണെന്നും ഗോകുൽദാസ് അറിയിച്ചു. DCC ജില്ലാ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ MN ഗോകുൽദാസ് ആണ് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മങ്കര ഗ്രാമപഞ്ചായത്ത് അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ തന്നെ 15 ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും 2 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായും യുവാക്കൾക്കും മഹിളകൾക്കും കർഷകർക്കും ഒക്കെ അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായ ആളുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഈ പാനൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് ഈ ഭരണം തുടരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഞാനിത് പറയുമ്പോൾ ഭൂരിപക്ഷമില്ലാതെ മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത് 5 വർഷക്കാലം അസ്വാരസ്യങ്ങൾ ഒന്നുമില്ലാതെ ഈ ഭരണസമിതിയെ മുന്നോട്ട് നയിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നത് തികച്ചും ചാരിതാർത്ഥ്യമുള്ളതാണ് എന്ന് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാരായ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് നൽകാൻ കഴിഞ്ഞു എന്നത് വലിയതായി തന്നെയാണ് ഈ ഭരണസമിതി കാണുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്കതായ 2-3 പദ്ധതികളാണ് വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം തുടങ്ങി വെക്കാൻ കഴിഞ്ഞത്, അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പകൽ വീടിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞത്, 15 സെന്റ് സ്ഥലവും ഒരു വീടും ഏറ്റെടുത്തുകൊണ്ട് തെറാപ്പി സെന്റർ തുടങ്ങിയത്, സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി മങ്കര കൂട്ടപ്പരയിലും അതുപോലെ തന്നെ മാങ്കുരിശി ഹോമിയോ ആശുപത്രിക്കും ലക്ഷക്കണക്കിന് രൂപ നേടിയെടുക്കാൻ കഴിഞ്ഞത്, MPയുടെ സഹായത്തോടുകൂടി മങ്കര പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞത്. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.